അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ വയസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫൂ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. സദഖല്ലാഹുൽ അലിയുൽ അളീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നും ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തുടരുകയാണ്. ഇത്തരം ആളുകളെ സ്വാധീനിക്കുന്നവരെക്കുറിച്ചും ഇത്തരം ആളുകളുടെ വിശ്വാസ ദൗർബല്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. ദുന്യാവ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവരുന്നയിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ചെലവഴിക്കേണ്ടത്, ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ അവർ ചോദിച്ചിരുന്നത് ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിട്ടാണ്. അവർക്ക് യുദ്ധത്തിനും താല്പര്യമില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കി. കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് അത് അനിഷ്ടകരമാണ്. അങ്ങനത്തെ യുദ്ധത്തെ നിങ്ങൾക്ക് നിർബന്ധമാക്കി. അവർ ചോദിച്ചു, യസ്അലൂനക അനിശ്ശഹരിൽ ഹറാമി ഖിതാലിൻ ഫിഹി, പരിശുദ്ധ മാസത്തിലെ യുദ്ധത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് ഗൗരവപ്പെട്ട കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയലും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ പുറത്താക്കലും ഒക്കെ അതിനേക്കാൾ ഗൗരവമാണ്. വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, കൊലയേക്കാൾ ഗൗരവമുള്ളതാണ് ഫിത്ന. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ശത്രുക്കൾ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് കഴിയുന്നിടത്തോളം അവർ യുദ്ധം ചെയ്യും നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ വേണ്ടി. അങ്ങനെ ആരെങ്കിലും ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് കാഫിറായിക്കൊണ്ട് മരിക്കുകയാണെങ്കിൽ ഫൗലായിക ഹബിതത്ത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ അമലുകളെ അവൻ നശിപ്പിച്ചു. ഉലായിക അസ്ഹാബുന്നാരി ഹും ഫിയ ഖാലിദൂൻ, അവരാണ് നരകാവകാശികൾ, അവരതിൽ ദീർഘവാസികളാണ്. ഇനി അള്ളാഹു വളരെ ദൃഢവിശ്വാസമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവരാണ്. വജാഹദു ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാണ്. അവരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ഗഫൂറുർ റഹീമുമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും പാപമോചനവുമൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതിനെ തുടർന്നാണ് ഇന്ന് ഓതിയ ആയത്തിലെ ചോദ്യം, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. അവർ ഖംറിനെയും മൈസിറിനെയും കുറിച്ച് ചോദിക്കുന്നു. ഖംറിന് മദ്യമെന്നും മൈസിറിന് ചൂതാട്ടമെന്നുമാണ് പൊതുവെ നമ്മൾ പറയുന്ന അർത്ഥം. അസുലുൽ ഖംരി സത്തുറുഷയ്, ഖംറിൻ്റെ ഒറിജിനൽ മീനിങ് ഒരു കാര്യത്തെ മറക്കുക എന്നുള്ളതാണ്. മദ്യത്തിന് അങ്ങനെ പേര് വരാൻ കാരണം വൽ ഖംറു മാ ഖാമർ അൽ അഖിൽ, ഖംറ് എന്നുള്ളത് ബുദ്ധിയെ മറക്കുന്നതാണ്. ബുദ്ധിയെ മറക്കുന്നത് കൊണ്ടാണ് മറക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള വാക്ക് മദ്യത്തിന് ഉപയോഗിക്കാൻ കാരണം. ഈ ഒരു പദം ഖംറ് എന്നുള്ള പദം പൊതുവെ മദ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കള്ള് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കാരണം കള്ള് എന്നുള്ളത് വളരെ സ്പെസിഫിക്കലി തെങ്ങിൻ്റെയോ പനയുടെയൊക്കെ പൂങ്കുല വെട്ടി വരുന്ന നീരാണ്. ആ നീരിനെ പുളിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്നതാണ്. അതിനെ വാറ്റിയെടുത്തിട്ടൊക്കെയാണ് ചാരായം ഉണ്ടാക്കുന്നത്. പക്ഷേ പൊതുവെ ഏത് ലഹരിപാനീയം കുടിക്കുന്ന ആളെക്കുറിച്ചും കൊളോക്കിയലി നമ്മൾ കള്ളുകുടിയന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുവിനെ കള്ള് എന്ന് വളരെ കൊളോക്കിയലി പറയാറുണ്ട്. എന്ന പോലെ തന്നെയാണ് ഖംറും. വളരെ സ്പെസിഫിക്കലി അത് മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ലഹരിപാനീയമാണ്. മൊത്തത്തിൽ ലഹരിപാനീയങ്ങൾ, ആൽക്കഹോളിക്കായിട്ടുള്ള സാധനങ്ങൾ ഒന്നുകിൽ അത് ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പൊതുവെ, അല്ലെങ്കിൽ അത് ഗ്രെയിൻസിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് പൊതുവായിട്ട് ലഹരിപാനീയങ്ങളുള്ളത്. ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്നതാണ്, അതിനെയാണ് നമ്മൾ വൈനെന്ന് പറയുന്നത്. സ്പെസിഫിക്കലി മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നതിനെയാണ് ചില നാടുകളിൽ വൈനെന്ന് പറയുന്നത്. ചില നാടുകളിൽ ഏത് ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്നതിനെയും വൈനെന്ന് പറയും. എന്നാൽ ഗ്രെയിൻസിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്ന്, ധാന്യങ്ങളെന്ന് പറയുമ്പോൾ മുളപ്പിച്ച ധാന്യങ്ങളിൽ നിന്ന്, ഗോതമ്പ്, ചോളം, ബാർലിയൊക്കെ പോലെയുള്ള ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട്
അതിൽ ഈസ്റ്റോ മറ്റോ ആഡ് ചെയ്തുകൊണ്ട് ഫെർമെൻറ്റേഷൻ നടത്തി. കാരണം ഷുഗറിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസോ സുക്രോസോ അടങ്ങിയ എന്തിലും ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കും. ഫെർമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, അത് പെട്ടെന്ന് തന്നെ പോകും. പിന്നെ ആൽക്കഹോളാണ്, ആൽക്കഹോൾ അടങ്ങിയ പാനീയമാണ് ബാക്കി വരുന്നത്. ഇങ്ങനെ ഗ്ലൂക്കോസും സുക്രോസും അടങ്ങിയ, ഷുഗർ അടങ്ങിയ സാധനങ്ങൾ, അത് ഫ്രൂട്ട്സ് ആകാം, അത് ധാന്യങ്ങളാകാം, ഇനി സ്റ്റാർച്ച് അടങ്ങുന്ന മറ്റെന്തും ആകാം. അതിൽ ഫ്രൂട്ട്സിലാണ് കൂടുതൽ, ധാന്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ളത് അല്ലെങ്കിൽ സുക്രോസ് ഉള്ളത് ഫ്രൂട്ട്സിലാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന വൈനിനാണ് വീര്യം കൂടുതൽ, അഥവാ അതിൻ്റെ ലഹരിയാണ് കൂടുതൽ. അതിനെയാണ് നമ്മൾ വൈനെന്ന് പറയുന്നത്. ഗ്രെയിൻസിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നതിനെ നമ്മൾ ബിയർ എന്നാണ് പറയുന്നത്. മുളപ്പിച്ച ധാന്യങ്ങൾ, അതിൽ ഈസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഫെർമെൻറ്റേഷൻ നടത്തിക്കൊണ്ട് ഉണ്ടാക്കും. പിന്നെ ഈ ഫെർമെൻറ്റേഷൻ നടത്തിയ സാധനത്തെ ഡിസ്റ്റില്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അഥവാ വാറ്റുക എന്ന് പറഞ്ഞാൽ ആ പാനീയത്തെ വലിയൊരു ഡിഗ്രിയിൽ ചൂടാക്കലാണ്. അങ്ങനെ ചൂടാക്കുമ്പോൾ അതിലുള്ള ആൽക്കഹോൾ നീരാവിയായിട്ട് പോകും. വെള്ളം തിളക്കുന്നതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ മതി ആൽക്കഹോളിന് നീരാവിയായിട്ട് രൂപാന്തരപ്പെടാൻ. ആ നീരാവിയെ തണുപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് സ്പിരിറ്റ്. ആ സ്പിരിറ്റിലാണ് വളരെ തിക്കായിട്ട്, വളരെ ഹൈ കോൺസെൻട്രേഷനിൽ ആൽക്കഹോളുള്ള സാധനമാണ് അങ്ങനെ കിട്ടുന്ന സ്പിരിറ്റ്. അതാണ് പിന്നെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടും വ്യത്യസ്ത രീതിയിൽ ലിക്കറാക്കി മാറ്റിയിട്ട് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയാലും ധാന്യങ്ങളായാലും അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ലഹരി പാനീയത്തെ കോമൺ ആയിട്ട് കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഖംർ എന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. എന്നാൽ കുറേ ആളുകളുടെ അഭിപ്രായം അങ്ങനെയല്ല. ഖംർ എന്നുള്ളത് മുന്തിരിയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മുന്തിരിയിൽ നിന്നും ഈന്തപ്പനയിൽ നിന്നും മാത്രം ഉണ്ടാക്കുന്നതാണ്. കാരണം അറേബ്യയിൽ ഈ പദം ഉപയോഗിക്കുന്ന സമയത്ത്, പരിശുദ്ധ ഖുർആൻ ഈ പദം ഉപയോഗിക്കുമ്പോൾ അവിടെ ഖംർ എന്ന് പറഞ്ഞാൽ ഒറിജിനലി അതിൻ്റെ കൊണോട്ടേഷൻ ഇതാണ്. നമ്മൾ ശരിക്ക് കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? തെങ്ങിൻ്റെയോ പനയുടെയോ പൂങ്കുല വെട്ടിയിട്ടുണ്ടാക്കുന്ന അതിൻ്റെ നീരാണ്. അതുപോലെ ഒറിജിനലി ഖംർ എന്ന് പറയുന്നത് ഇങ്ങനെ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നത് മാത്രമാണ്, അഥവാ വൈനെന്നറിയപ്പെടുന്നത് മാത്രമാണ് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, താബിഈ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരായ പണ്ഡിതന്മാരാണ്, വളരെ പ്രബലരായ താബിഈ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇറാഖിലുണ്ടായിരുന്ന താബിഈ പണ്ഡിതന്മാർ, ഇബ്രാഹിമുൻ നഖയ്യെ പോലെയുള്ള, പിന്നീട് സുഫിയാൻ സൗരി, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഇമാം അബു ഹനീഫ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ പറഞ്ഞിരുന്നത് ഖംറിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഖംർ അഥവാ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന, അതുപോലെ ഈന്തപ്പനയുടെയൊക്കെ ലഹരി മാത്രമാണ് ഐനായിട്ട് എസൻഷ്യലി ഹറാമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ലഹരി എത്തുന്ന ഒരളവിൽ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഹറാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഹനഫി മദ്ഹബിലൊക്കെ അതിന് തിരുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ശിക്ഷാ നടപടികളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലഹരി ആയിട്ടുള്ള മറ്റ് പാനീയങ്ങൾ കുടിച്ചതിന് ശിക്ഷയോ അല്ലെങ്കിൽ ലഹരി ബാധിക്കാത്ത ഒരളവിൽ കുടിക്കുന്നതിനെ തെറ്റായിട്ടോ കാണാത്ത ഒരു സമീപനം നിലനിന്നിരുന്നു. അത് ഈ പദത്തെ മനസ്സിലാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയമാണ്. എന്നാൽ അനേകം ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റ് മദ്ഹബുകളിൽ, ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലുമൊക്കെ, അതുപോലെ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളയുടെ ശിഷ്യനായ മുഹമ്മദ് അശ്ശൈബാനി റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഖംർ എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാ ലഹരി പാനീയത്തിനും ഉപയോഗിക്കാവുന്ന വാക്കാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറ യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ജയിലിലുണ്ടായിരുന്ന ആൾ, അവരെക്കുറിച്ച് പറയുന്നുണ്ട്, ഖാല അഹദുഹുമ ഇന്നി അറാനി അഅസിറു ഖംറ, അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ മദ്യമൊഴിച്ചു കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സൂറയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖംർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈജിപ്തിൽ അന്നുണ്ടായിരുന്ന മദ്യത്തെ കുറിക്കാനും ഖംർ എന്ന് തന്നെയാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സ്വഹീഹ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, നബീദിൽ അസിൽ, തേനിൽ നിന്ന് ഉണ്ടാക്കുന്ന മദ്യത്തെക്കുറിച്ച്, തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തെക്കുറിച്ച്, തേനിനെ ഫെർമെൻറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയവും ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഖംർ
വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരിപാനീയവും ഖംറാണ്, എല്ലാ ഖംറും ഹറാമാണ്. അതുപോലെ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ, വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് ചെറിയ അളവിലും ഹറാമാണ്. ഇങ്ങനെ എല്ലാ പ്രബലമായ മദ്ഹബുകളിലും പണ്ഡിതന്മാരും പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തത്വം അല്ലെങ്കിൽ ഉള്ള ഒരു ഖണ്ഡിതമായിട്ടുള്ള ഒരു നിയമം, എല്ലാ ലഹരി പാനീയങ്ങളും ഹറാമാണ് എന്നുള്ളതാണ്. എല്ലാത്തിനെയും ഖംറായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ ഖംറിനെ കുറിച്ച് ചോദിക്കുന്നു, അതുപോലെ അവർ മൈസിറിനെ കുറിച്ചും ചോദിക്കുന്നു, ചൂതാട്ടത്തെക്കുറിച്ച് ചോദിക്കുന്നു. പൈസ വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള വാതുവെപ്പുകൾ, ചൂതാട്ടം, അതിനൊക്കെയാണ് മൈസിർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും അവർ ചോദിക്കുന്നു. അവരതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്താണ്? ഇത്തരം ചോദ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ചോദ്യം എന്നത് അതെന്താണ് എന്നുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ല അവർ ചോദിക്കുന്നത്. എന്താണ് മദ്യമെന്നോ എന്താണ് ചൂതാട്ടമെന്നോ അതൊന്നുമല്ല അവരുടെ ചോദ്യം. ഈ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ മറ്റ് പലയിടങ്ങളിലായിട്ട് അള്ളാഹു പറയുന്ന, അവർ ചോദിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് യസ്അലൂനക അനിൽ ജിബാലി, അവർ പർവ്വതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പർവ്വതം എന്താണ്, അതിൻ്റെ ജിയോളജിയോ ഒന്നുമല്ല ചോദിക്കുന്നത്. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് ആ ചോദ്യം വരുന്നത്. അന്ത്യനാളിനെക്കുറിച്ച് പറയുമ്പോൾ അന്നെല്ലാം നശിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർ അപ്പോൾ പർവ്വതങ്ങളോ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അല്ലാതെ പർവ്വതത്തെക്കുറിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനല്ല, പർവ്വതം എന്താണെന്നുള്ളതല്ല ചോദ്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരത്തിൽ അത് വ്യക്തമാണ്. ഫഖുൽ യൻസിഫു ആ റബ്ബി നസ്ഫ, റബ്ബ് അതിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പറയുന്നത് സൂറത്ത് ആഹയിൽ. അതുപോലെ യസ്അലൂനക അനിൽ അംഫാൽ, സൂറ അൽ അൻഫാലിൽ അവർ അൻഫാലിനെ കുറിച്ച്, യുദ്ധമുതലിനെ കുറിച്ച് ചോദിക്കുന്നു. അവർ ചോദിക്കുന്നത് യുദ്ധമുതൽ അവർ എടുക്കുന്നതിനെക്കുറിച്ചാണ്. അവരെടുക്കുകയാണ്, അവരത് സ്വന്തം നിലക്ക് ഭാഗം വെച്ച് എടുക്കുകയാണ്. എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നല്ല ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് വേറെന്തോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഖംറും മൈസറുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ചോദ്യം അതെന്തുകൊണ്ടാണ് കുറഞ്ഞ ഒരു അളവിലോ അല്ലെങ്കിൽ അതൊരു ചെറിയ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്നുള്ള രീതിയിലാണ്. ഈ ഖംറ് നിഷിദ്ധമാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്നുള്ള ഒരു വിശ്വാസം നല്ല അറബികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ പ്രശസ്തരായ സ്വഹാബികളൊക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മേൽ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. മാ ഷരിബ അബൂബക്കർ കുടിച്ചിട്ടില്ല ഖംറം ഫി ജാഹിലിയ വല ഇസ്ലാം, ജാഹിലിയത്തിലും ഖംർ കുടിച്ചിട്ടില്ല, ഇസ്ലാമിലും ഖംർ കുടിച്ചിട്ടില്ല. പ്രവാചകൻ്റെ അധിക സ്വഹാബികളും ജാഹിലിയ കാലത്തും ഖംർ കുടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ തിന്മ, അത് നല്ലതല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അതൊരു അക്കലിയായ ഒരു റേഷണലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിലൂടെ തന്നെ ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ തിന്മയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നന്മ തിന്മയെക്കുറിച്ചല്ല അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് അതൊരു ചെറിയ അളവിൽ കുടിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇത് ദൃഢവിശ്വാസികളായ ആളുകളുടെ ചോദ്യമല്ല. അവർ അതൊക്കെ നേരത്തെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇത് മോശമാണെന്ന് സൂചന നൽകിയിട്ടുണ്ട് ഖംറിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇവർ ചോദിക്കുന്നത് അതിലുള്ള ഒരു വിട്ടുവീഴ്ചയാണ്, ഒരളവിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ ചൂതാട്ടത്തിലുമുള്ള ഇളവിനെക്കുറിച്ചാണ്, അതിലൂടെയൊക്കെ ധനം സമ്പാദിക്കുന്നതിൽ ചില ഇളവുകളൊക്കെ ആയിക്കൂടെ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട് അള്ളാഹു ഉത്തരം പറയുന്നു, പ്രവാചകനോട് ഉത്തരം പറയാൻ പറയുന്നു, ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറും, അതിൽ വലിയ പാപമുണ്ട്, വ മനാഫിഉ ലിന്നാസി, ജനങ്ങൾക്ക് ചില ബെനിഫിറ്റ്സും ഉണ്ട്, വ ഇസ്മുഹുമ അക്ബറു മിൻ നഫീമ, എന്നാൽ അതിലെ പാപമാണ് അതിലെ ബെനിഫിറ്റ്സിനേക്കാൾ ഗൗരവമുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് ഗൗരവപ്പെട്ട കാര്യമാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയലാണ് അതിനേക്കാൾ അക്ബർ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഇസ്മുഹുമ അക്ബറു മിൻ നഫീമ, അതിൻ്റെ പാപം എന്നുള്ളത് അതിൻ്റെ ബെനിഫിറ്റ്സിനേക്കാൾ ഗൗരവമാണ്. ചില ബെനിഫിറ്റ്സ് പൊതുജനങ്ങൾക്കുണ്ടെങ്കിലും ആ ബെനിഫിറ്റ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാപമാണ് ഗൗരവപ്പെട്ടത്. അതുകൊണ്ട് അതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം
എന്നുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അവർ വീണ്ടും ചോദിക്കുന്നു, യസ് അലൂനക്ക മാതാ യുംഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത്? അപ്പോൾ അള്ളാഹു പറയുന്നു, അഫു, എന്താണോ മിച്ചമുള്ളത്, നിങ്ങളുടെ അത്യാവശ്യങ്ങൾ കഴിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടോ അതൊക്കെ നിങ്ങൾ ചെലവഴിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു ആയത്തുകളെ വിശദീകരിച്ച് തരുന്നു. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടിയിട്ട്, ഫിദ് ദുന്യാവൽ ആഖിറ, ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ ചിന്തിക്കുന്നവരാകാൻ വേണ്ടിയിട്ട്. വെറും ദുന്യാവിൻ്റെ കാര്യം മാത്രമല്ല, ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ ബോധമുള്ള ചിന്തയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ട് അള്ളാഹു കാര്യങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നു. അവരുടെ ചോദ്യം ഇനിയും തുടരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചോദ്യത്തെക്കുറിച്ച് പറയാം. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.